എല്ലാവർക്കും സ്വാഗതം. അതാണ് നോക്കൂ, അങ്ങനെ തായ്ലൻഡിലെ രണ്ടാമത്തെ ദിവസം, പൂക്കറ്റിലെ രണ്ടാമത്തെ ദിവസം. ഗൈസ് നോക്കൂ, അതായത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ടല്ലോ തായ്ലൻഡിലെ പട്ടായ പോലെ തന്നെ അതേ സെറ്റപ്പിലുള്ള പൂക്കറ്റ്. ഗൈസ് നോക്കൂ, അതേ സെറ്റപ്പിലുള്ള പൂക്കറ്റിലെ നൈറ്റ് ലൈഫ് ഉണ്ട് കേട്ടോ. കിട്ടുന്ന സ്ഥലമാണ്. അതായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് പൂക്കറ്റ് അല്ലേ, പൂക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഫിഫി അതുപോലുള്ള അങ്ങനെ പോകുന്ന സംഭവം. പിന്നെ അവിടുന്ന് ക്രാബിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ജെയിംസ് ബോണ്ട്, അതിന്റെ ആ സംഭവം. ഈ പൂക്കറ്റിൽ തന്നെ കിട്ടിലെ നൈറ്റ് ലൈഫ് ഉണ്ട്. ഇപ്പൊ ഉള്ളത് പൂക്കറ്റ് നൈറ്റ് ലൈഫ് നടക്കുന്ന സ്ഥലത്ത് തൊട്ടടുത്താണ് നമ്മുടെ വണ്ടി നിർത്തിയിട്ടാക്കുന്നത് അല്ലേ. ഇവിടുത്തെ സമയം ഇപ്പം ഏകദേശം ഒരു 10:30 ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ഗൈസ് നോക്കൂ, നമ്മൾ നേരെ കിടിലം പൂക്കറ്റ് നൈറ്റ് ലൈഫ് കാഴ്ചയിലേക്ക് പോവാട്ടോ. ലിവിൻ വണ്ടി ഇറങ്ങി കേട്ടോ. ഇത് ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ നമ്മുടെ ടി നെപ്പോളിയനെ നിർത്തിയിട്ടാക്കണേ. ഗൈസ് നോക്കൂ, ഇത് കണ്ടോ, ഇവിടെ ഇത് ഇഷ്ടം പോലെ ഉണ്ട്. ഇനി അങ്ങോട്ട് നമ്മുടെ വണ്ടി ഇട്ടാക്കുന്ന തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ഇത് ബീച്ചാട്ടോ. ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ ഉണ്ട്. പിന്നെ ഉണ്ടല്ലോ, ഇവിടെയുള്ള ഒരു മെയിൻ പ്രത്യേകത ഞാൻ കണ്ടത്, ഇവിടെ വികലാംഗരായ ആൾക്കാർക്കും ഇവിടുത്തെ ബീച്ചുകളിലും അതുപോലെയുള്ള പാർക്കുകളിലൊക്കെ പോകാൻ പറ്റും. ഇതുണ്ടോ, ഇതേപോലെ പോകാനുള്ള വഴികളും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊരു ഭയങ്കര സംഭവമാണ്. ഇവിടെ വേറെ കേസുണ്ട്. ഇവിടെ നമ്മൾ ഓരോ ഡെസ്റ്റിനേഷൻ പോകുന്ന നേരത്ത് മാപ്പിന്റെ അത് കാണിക്കും. അതായത് വികലാംഗർക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒക്കെ സംഭവങ്ങൾ കാണിക്കും കേട്ടോ. എന്ന വഴിയിൽ നിന്നാണ് ഞങ്ങൾ വന്ന് നമ്മുടെ ചെറുക്കനെ ഞങ്ങൾ ഇവിടെ പാർക്കിങ്ങിലിട്ടു. ഇവിടെ പാർക്കിംഗ് ഒന്നും വലിയ വിഷയമുള്ള കാര്യമല്ല അല്ലേ. ഇതേപോലെയുള്ള ഓരോ സ്ഥലത്തോട്ടാണ് നമുക്ക് കയറണ്ടേ. അവിടെയൊക്കെ നിങ്ങൾക്ക് ഓരോ ഇലയുടെ ഫോട്ടോ കാണുമ്പോൾ കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാവും. അല്ല ലിവിന് വേറൊരു കാര്യമുണ്ട്, എന്നറിയാമോ? അതായത് നമ്മൾ സൂക്ഷിച്ചാൽ നമ്മൾ നോക്കിക്കേണ്ട. ഇത് നോക്കിയേ, ഇവിടുത്തെ ഒരു പ്രത്യേകതരം വണ്ടിയാണ്. ഇതിൻ്റെ അത് പാട്ടും കൂത്തും ബഹളമൊക്കെ ഉണ്ടോ. എനിക്ക് തോന്നുന്നത് ഈ കാണുന്ന ഫുഡ് സ്ട്രീറ്റുകൾ ഇതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവരിങ്ങനെ നടത്തിക്കൊണ്ടേ കാണിക്കുമായിരിക്കും. അതായത് ഇതിൻ്റെ അകത്ത് ഇത് നോക്കൂ. അതായത് നമ്മൾ ഇതുവരെ നമ്മുടെ ഒറിജിനൽ സ്ഥലത്ത് എത്തിയിട്ടില്ല. അതായത് നമുക്ക് ഇനിയും കുറച്ചും കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. നല്ല ബ്ലോക്കാണ്. ഈ ബ്ലോക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് നേരത്തെ അറിയാവുന്നു. ഞങ്ങൾ ഇപ്പോഴേ മാടി വിളിക്കാൻ തുടങ്ങി കേട്ടോ. ടാറ്റാ ടാറ്റാ അംഗം കേസാട്ടോ. പ്രതീക്ഷ കൊടുക്കും കേട്ടോ അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ തുണിയും പോവും മാനവും പോവും കേട്ടോ. ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ ഇവിടെ സ്ട്രീറ്റ് ആട്ടോ. ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. ചെറിയ ലഘുവായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടും. ഈ കാണുന്ന സാധനമില്ലേ, നേരത്തെ പറഞ്ഞ ഈ സാധനം, ഇതുണ്ടല്ലോ, ഈ കാണുന്ന നൈറ്റ് മാർക്കറ്റ് കാണിക്കാനുള്ള ഒരു ഓട്ടോ പോലത്തെ ഒരു സംഭവം കേട്ടോ. ഇതിനകത്ത് 5-6 പേരെ കയറ്റുന്നു. ഇതിനകത്ത് കൂടെ കൊണ്ട് നടക്കും കേട്ടോ. പല രീതിയിൽ വെടിവെക്കാം കേട്ടോ. ഇനിയും വേറെ രീതിയിൽ വെടിവെക്കേണ്ടവർക്ക് ഈ സാധനത്തെ വന്ന് വെടിവെക്കാം. ഇത് അങ്ങോട്ട് വെടിവെച്ചാൽ മതി അല്ലേ ദീപിനെ? നല്ല വെടിവെക്കുന്ന ഇത് വെച്ച് വെടിവെച്ചാൽ കേട്ടോ. ബാക്കി വെടിയൊക്കെ വിഷയം. ഇതുകൊണ്ടോ ഇവിടെ എന്തോരെയാണെന്ന് ഈ സംഭവം. പല രീതിയിലുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടും കേട്ടോ. ഗൈസ് നോക്കൂ, നമുക്ക് പോകേണ്ടത് ഇതാണ് സംഭവം കേട്ടോ. തന്നന്നം നാനാനേ താനാനാനേ നനന തന്നന്നം നാനാനാനേ നാ ഭൂലോകം പായുന്നേ കാണാമറയത്തെന്നും ഈ നെഞ്ചം തീരം തേടുന്നേ ഇടനെഞ്ചിൻ തീരം തേടി മഴവില്ലായി മാറും നേരം ആരാരും കാണാതെ എന്നും ദൂരെ പോകും പോലെ തന്നന്നം നാനാനേ താനാനാനേ നനന തന്നന്നം നാനാനാനേ നാ തന്നന്നം നാനാനേ താനാനാനേ നനന തന്നന്നം നാനാനാനേ നാ ഭൂലോകം പായുന്നേ കാണാമറയത്തെന്നും ഈ നെഞ്ചം തീരം തേടുന്നേ അനുദിനമെന്നും തേടുന്ന പുതു
കഥ ഇത് കേൾക്കാൻ നിൽക്കല്ലേ. തന്നന്നം നാനാനേ നാനാനേ നനന തന്നന്നം നാനാനേ നാ. ഭൂലോകം പായുന്നേ കാണാമറയത്തെന്നും ഈ നെഞ്ചം തീരം തേടുന്നേ. ഇടനെഞ്ചിൻ തീരം തേടി മഴവില്ലായി മാറും നേരം ആരാരും കാണാതെ എന്നും ദൂരെ പോകും പോലെ. തന്നന്നാനാനേ താനാനാനേ നനന തന്നന്നാനാനേ നാ. തന്നന്നാനാനേ നാനാനേ നനന തന്നന്നാനാനേ നാ. गुमनाम है मंजिल किस और जाना क्या है पता. निकल पड़ा था अकेला बनता गया एक कारवां जिंदगी का सपनों के लेकर हम आए हैं आसमां कुछ. चले चलो इन बुलंदियों को पता करें. चले चलो चले चलो जिस जगह का हमको नहीं है पता उसी जगह को खोज के ढूंढे बन के बंजारे. उसी जगह को खोज के ढूंढे बन के बंजारे. അങ്ങനെ അവസാനം ഞങ്ങൾ വണ്ടി കയറി. അതായത് പട്ടായയിൽ മാത്രമല്ല കേട്ടോ, ഫുക്കറ്റിലുണ്ട് നൈറ്റ് ലൈഫ്. അതായത് രണ്ടും രണ്ട് രീതിയാണ്. ഇവിടുത്തെ അത്യാവശ്യം വലുതാണ്, അവിടുത്തെയും വലുതാണ്. അതായത് പട്ടായയില് വേറെ രീതി, ഇവിടെ വേറെ രീതി. ഞങ്ങളുണ്ടല്ലോ ഇന്നലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഛർദ്ദിച്ചും അടുത്ത് ആകെ അവശതയായി. ഞങ്ങൾ എണീറ്റ് അതിനാ ഗൈസ് അവിടെ രണ്ടുപേരും നടന്നു പോകുന്നുണ്ടോ. അതായതുണ്ടല്ലോ ഞങ്ങള് പിന്നെ ഇന്നലെ ഛർദ്ദിച്ച് ആകെ അവശതയായി കിടന്ന് എണീറ്റപ്പോൾ തന്നെ ഇച്ചിരി താമസിച്ചു. പിന്നെ ഞങ്ങൾ ഇന്നലെ തന്നെ പിന്നെ വിചാരിച്ചാണ് ഇവിടെ എന്തായാലും പോകണമെന്നുള്ളത്. കിടിലൻ സ്ഥലമാണ്. ഓ ഗൈസ് നോക്കൂ, എന്തായാലും ഞങ്ങൾ അവിടെ പോയി. കൊള്ളാം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാരും ഇവിടെ വരണം അല്ലേ. ഗൈസ് നോക്കൂ, ഒരു വേറൊരു രീതിയാണ്. നമുക്കിനി ഉണ്ടല്ലോ 14 മണിക്കൂറാണ് മൊത്തം ഉള്ളത്. 988 കിലോമീറ്റർ ഉണ്ട്. അതായത് ഉണ്ടല്ലോ മലേഷ്യ പോലെ അല്ല ഇവിടെ. അതായത് ഇവിടെ 2-3 പ്രത്യേകത ഉണ്ട്. അതായത് ചിലപ്പോൾ 2 വരിപ്പാതയായിരിക്കും, ചിലപ്പോൾ 4 വരിപ്പാതയായിരിക്കും. മലേഷ്യയുടെ അത്ര സെറ്റപ്പ് ഒന്നും ഇവിടെ റോഡുകൾക്ക് ഞാൻ അങ്ങനെ കണ്ടില്ല കേട്ടോ. മലേഷ്യയിലാണ് റോഡുകളും പിന്നെ അതുപോലെ ഡ്രൈവർമാർക്കൊക്കെ കിടക്കാനും റെസ്റ്റ് ഏരിയ ഇതുപോലെ സംവിധാനങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ ഞങ്ങൾ അവിടുന്ന് ബോർഡറിൽ നിന്ന് ഇവിടം വരെ ഓടിച്ചു വന്നാൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കണ്ടില്ല. ഇടയ്ക്കൊക്കെ റബ്ബർ തോട്ടത്തിൽ കൂടിയൊക്കെയാണ് ഞങ്ങൾ വണ്ടി ഓടിച്ചോണ്ടിരുന്നത്.
സ്ഥലം എന്ന് വെച്ചാൽ പമ്പുകാരോട് നമ്മുടെ നാട്ടിൽ പോലെ കാല് പിടിക്കുക അവിടെ കിടക്കുക അല്ലേ? ഗൈസ് നോക്കൂ, ഞങ്ങൾ എന്തായാലും അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷനായ പട്ടായയിലേക്ക് പോവാണ്. പട്ടായ കഴിഞ്ഞ് നമ്മൾ നേരെ ബാങ്കോക്കിൽ നിന്ന് ഇവർ സൗത്ത് സൈഡിലേക്ക് ഇങ്ങനെ കയറി നമ്മള് കംബോഡിയ വഴി ലാവോസ്, അങ്ങനെ വിയറ്റ്നാം, അങ്ങനെ കയറും. അതാണ് നമ്മുടെ പരിപാടി. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 14 ദിവസത്തെ വിസ അടിച്ചു തന്നിട്ടുള്ളൂ. ഞങ്ങൾ വിചാരിച്ച 15 ദിവസത്തിലും ഉണ്ടാകുമായിരിക്കും എന്നാണ്. ശരിക്കും 15 ദിവസം കിട്ടണമായിരുന്നു, പക്ഷെ 15 ദിവസം നമുക്ക് കിട്ടില്ല, 14 ദിവസം എന്നുള്ളൂ. അതായത് അതൊരു വലിയ അടിയായി പോയല്ലേടാ. നേരത്തെ നമ്മൾ നടന്നു പോയ സ്ഥലമാട്ടോ ഇത്. അതായത് ഇവിടുന്ന് അങ്ങോട്ട് ഫുക്കറ്റിന്റെ നൈറ്റ് ലൈഫ് തുടങ്ങും കേട്ടോ. ഫുൾ ആൾക്കാരെന്ന് വെച്ചാൽ ഫുൾ ആൾക്കാരാണ്. അതായത് ഏതൊക്കെ രാജ്യത്തു നിന്നുള്ള ആൾക്കാരുണ്ടെന്ന് പറയാൻ പറ്റില്ല, അത്രയ്ക്കും രീതിയിലുള്ള ഇന്ത്യക്കാർ കൂടുതലുണ്ട്. അതായത് ഇത് കണ്ടോ, ഈ കാണുന്ന വണ്ടി കണ്ടോ, ഇത് ഇവിടെ ഉണ്ടല്ലോ സൈഡ് സീൻ, അതുപോലെയുള്ള ആൾക്കാരെ ഇങ്ങനെ എന്താ പറയാ ഈ ഫുക്കറ്റിന്റെ ഈ ഒരു ഭാഗം കൊണ്ട് കാണിക്കുന്നൊക്കെ ഒരു വണ്ടി കേട്ടോ. അതിന്റെ കീട്ടിലും ഫ്രണ്ട് കണ്ടോ, അതേപോലെ തന്നെ വേറെ വണ്ടി. ഇത് ഇഷ്ടം പോലെ ഇതുണ്ട്, ഈ സൈഡിൽ കണ്ടോ, ഇവിടെ ഇഷ്ടം പോലെ വണ്ടിയുണ്ട്, എല്ലാം റെഡ് കളറാട്ടോ. പിന്നെ ഇവിടെ ആ വണ്ടിക്ക് മാത്രം യെല്ലോ നമ്പർ പ്ലേറ്റ് ആണ്. ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പം തുടങ്ങും കേട്ടോ നൈറ്റ് ലൈഫിന്റെ പരിപാടി. ഇതുണ്ടോ, ആ കാണുന്ന പുക്കറ്റ് ബീച്ച്, കറക്റ്റ് ആട്ടോ നമ്മൾ പറഞ്ഞത്. ഇതുണ്ടോ, പുക്കറ്റ് ബീച്ചിന്റെ തുടക്കം അവിടെ ആട്ടോ. ഈ കാണുന്ന ബൈക്ക് ഉണ്ട്, ഇതൊക്കെ ഇവിടുന്ന് റെന്റിന് എടുക്കുന്നു. പിന്നെ ഇവർ തദ്ദേശീയ ആൾക്കാരൊക്കെ കേട്ടോ. ഈ ബൈക്ക് അങ്ങ് മുതലുള്ളതാണ്, അപ്പം മനസ്സിലാവട്ടോ ഇവിടുത്തെ തിരക്ക്. ഇതാട്ടോ ബീച്ച്, ഈ കാണുന്ന ബീച്ചാണ് ഇവിടെ നൈറ്റ് ബീച്ച് ആട്ടോ. ഈ കാണുന്ന അങ്ങോട്ട് പോകേണ്ട എൻട്രൻസ്. ഇത് നമ്മൾ നേരത്തെ വെൽക്കം ടു പുക്കറ്റ് എന്നാണ് എഴുതിയാക്കുന്നത് അവിടെ, പുക്കറ്റ് എന്നാണ് എന്റെ വിശ്വാസം കേട്ടോ. ഇവിടെയാണ് ഞങ്ങൾ നേരത്തെ പോയത്, ഇവിടെയാണ് മെയിൻ ആയിട്ട് സംഭവങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആകർഷണം വളരെ കൂളാണ്. എല്ലാവരുടെയും മൈൻഡ് പോലെ ഇരിക്കും, ഫ്രീ ഉണ്ടല്ലോ. അതായത് ഉണ്ടല്ലോ ഫ്രീ ആയിട്ട് ബീർ കിട്ടും, കേറിക്കോ, എല്ലാം ഫ്രീ എന്ന് പറയും. വളരെ ശ്രദ്ധിക്കണം, ഫ്രീ ലാസ്റ്റ് ഫ്രീ ആകരുത്. പൈസ മേടിച്ചാൽ മതി അല്ലേ? നോക്കൂ, എല്ലാരും ചേച്ചിമാര് തിരിച്ചു കാണിക്കുന്ന ഇത് ഉറങ്ങത്തില്ലെന്നാട്ടോ എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇച്ചിരി കൂടെ കൂടുതൽ നൈറ്റ് ആവുന്നതിന് ഇച്ചിരി കൂടെ ആൾക്കാർ വരുമെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? നമ്മുടെ നാട്ടിലെ 10 ആയിട്ട് ഇപ്പം ഇവിടുത്തെ എനിക്ക് തോന്നുന്നു അപ്രോക്സിമേറ്റ് 12 മണി അല്ലല്ലോ ലിബിനെ? 12 മണി. നോക്കൂ 12. ഇതൊക്കെ ഈ വണ്ടിക്കകത്തൊക്കെ ഉണ്ടല്ലോ ഫുള്ള് ഭയങ്കര ലൗഡ് വോക്കൽ പാട്ടാട്ടോ. ഇതൊക്കെ ഇന്ത്യക്കാരാട്ടോ. നോക്കൂ, അവര് കർണാടകക്കാർ, അവര് നേരത്തെ നമ്മളോട് വന്ന് മിണ്ടിയായിരുന്നു അല്ലേ? നോക്കൂ, അവരും കറങ്ങാൻ വേണ്ടി വന്നു. അടുത്തുള്ളവരെ കർണാടക കൂർഗിന്റെ അടുത്താന്ന് പറഞ്ഞു അവരോട് സംസാരിച്ചപ്പോ അല്ലേ? ഈ കാണുന്ന ഇങ്ങോട്ട് പോകുന്ന നേരത്തെ ഫുള്ള് നൈറ്റ് ലൈഫ് സെറ്റപ്പ്, ഫ്രണ്ടിലേക്ക് പോകുന്ന നേരത്തെ ഫുള്ള് പിന്നെ എന്നാടാ ലിബിന്, അതായത് മസാജിങ് സെറ്റപ്പ് ആണ്. തിരക്ക് നോക്കിയേ. ഈ മസാജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റേ സെറ്റപ്പ് അല്ല, ശരിക്കും നല്ല രീതി മസാജ്, ഒതന്റിക് ആയിട്ടുള്ള മസാജിങ് രീതി ആട്ടോ. ഈ കാണുന്ന ഫ്രണ്ടിൽ അത് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഉണ്ടല്ലോ ഇവർ ഒരു ടെക്നിക്കും കൂടി ആട്ടോ ഈ ഒരു സംഭവങ്ങൾ. കാരണം പർട്ടിക്കുലർ ആയിട്ട് ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനത്തെ സെറ്റപ്പ് വെച്ചിട്ട് ആൾക്കാരെ കൊണ്ടുവരും. ലാസ്റ്റ് എന്നാ സംഭവം എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും ഇല്ല, ബാക്കിയൊക്കെ പക്ക ഡീസന്റ് ആട്ടോ. ബാക്കി ഏരിയകളൊക്കെ ഇത് കണ്ടോ നൈറ്റ് ലൈഫിന്റെ ഒരു എൻട്രി ആട്ടോ. ഇതുണ്ടോ നമ്മൾ നേരത്തെ പോയ സ്ഥലം ക്രൗഡ് കൂടി നമ്മൾ പോയപ്പോ ഇത്രയും ക്രൗഡ് ഇല്ലായിരുന്നു. എന്റെ അമ്മ, അവിടെ ക്രൗഡ് ഭയങ്കരമായിട്ട് കൂടി കിട്ടോ. അവിടെ പൂഴി ഇട്ട പോലും താഴാത്ത പോലെ ആൾക്കാരാ. ഈ കാണുന്ന വഴി കൂടി ആട്ടോ ഞങ്ങളിപ്പം പോകുന്നത്. ഇവിടെ മസാജ് അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഇഷ്ടം പോലെ. പിന്നെ വേറെ കാര്യമുണ്ട് ഇവനെ, ഇവിടെ നമുക്ക് ഒരു ദിവസത്തേന് പിന്നെ ചേച്ചിമാരൊക്കെ നമുക്ക് ഇതാക്കി എടുക്കാം, വാടകയ്ക്ക് എടുക്കാം. ഒരാഴ്ചത്തെ കല്യാണം, മാസത്തെ കല്യാണം, അങ്ങനത്തെ ഇതുണ്ട്. ഇതൊക്കെ മസാജ്. ഇതുണ്ട്. ഇനി പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് അടുത്ത മസാജ് ഇതുണ്ടോ, ഇതേ ഒരു മസാജ്. ഇതിങ്ങനെ പോകുന്ന വഴിക്ക് പല 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 സെറ്റപ്പുകളുണ്ട് കേട്ടോ. അതായത് ഇവിടെ വേറൊരു രീതിയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നുണ്ടല്ലോ കുറെ പേര് പട്ടായിലും ബാങ്കോക്കും പോകാതെ ഇങ്ങോട്ട് മാത്രമായിട്ട് വരുന്നവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിനക്കോ? എനിക്കും തോന്നുന്നത് എന്നെ സംബന്ധിച്ച് ഇവിടെ ടൂറിസ്റ്റ് സ്പോട്ട് കൂടുതലല്ലേ. നോക്കൂ, നമ്മുടെ നാട്ടിൽ പല കാര്യങ്ങളും ലീഗൽ അല്ലാത്ത പല കാര്യങ്ങളും ഇവിടെ ലീഗലാട്ടോ. നമ്മുടെ നാട്ടിൽ കുറെ കാര്യങ്ങൾ ലീഗലല്ല, അതൊക്കെ നിങ്ങൾക്ക് ഈ പോകുമ്പോൾ അതിന്റെ ഇലയുടെ ഒക്കെ ഇതൊക്കെ കാണാൻ മനസ്സിലാവും. ആ കാര്യങ്ങളൊക്കെ ഇവിടെ ലീഗലാണ്. അങ്ങനെ പല പല സംവിധാനങ്ങളുണ്ട്. ഇതുണ്ടോ, ഈ പോകുന്ന വഴിക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇത് വെക്കണം. ഇതുണ്ടോ, ഇതൊക്കെ മസാജിങ് സെറ്റപ്പ്. അതുകൊണ്ടോ മസാജ് കേട്ടോ, അതായത് ബോഡി മസാജ്. ഇതുണ്ടോ അടുത്ത മസാജിങ് സെന്റർ. ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ഇങ്ങോട്ടൊക്കെ നോക്കിയാൽ 100 മസാജ് സെന്റർ. അതിന് അങ്ങോട്ട് വന്നിട്ട് അവിടെ കുറെ കാണാം. പക്ഷേ ഇവിടെ പകല് വന്ന ഇത്ര സെറ്റപ്പ് കാണാൻ പറ്റില്ല, നൈറ്റ് തന്നെ ഇവിടെ വരണം. പകലുണ്ടാവില്ല, കാരണം ഈ ഫിഫി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ആൾക്കാര് വൈകുന്നേരങ്ങളിലാണ് ഇങ്ങനത്തെ സ്ഥലത്തോടൊക്കെ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് കേട്ടോ. ആ കാണുന്ന സ്ഥലങ്ങളിൽ മാത്രം ഇങ്ങനത്തെ സെറ്റപ്പുകൾ കാണാൻ പറ്റില്ല. ഇങ്ങോട്ട് വന്നതിന് മാറിയല്ലേ ഇവിടെ. അതായത് ഇങ്ങോട്ട് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല, കുത്തനെയായ കയറ്റം കയറി കേട്ടോ നമ്മൾ പോണേ. ഇവിടെ നമ്മൾ ഈ റോഡല്ലേ ഇത്ര ഇത് കണ്ടാക്കുന്നത്. ഇത്ര കയറ്റം, ഇത്ര ഹൈ ആയിട്ട് കയറേണ്ട സ്ഥലം നമ്മൾ ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഇങ്ങോട്ട് വരാം, അതായത് ഈ ഒരു ഭാഗത്തോട്ട് വരാൻ നേരത്ത് നോക്കൂ, ഇതുണ്ടോ
ഇങ്ങനെ കിടക്കും കേട്ടോ. അതായത് ഇതിങ്ങനെ പാമ്പ് പോലുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള വളവാണ്. ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ ലോറി കയറ്റി വിടൂല, പല സ്ഥലത്തും ലോറി കയറില്ലെന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. കൊടും വളവുകളാട്ടോ. കൊടും വളവെന്ന് വെച്ചാ ഇതുണ്ടോ, എന്തൊരു വളവാന്ന് നോക്കിയാണോ, ഭയങ്കര വളവല്ലേ ഇവനെ. അതായത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ റോഡുകളൊക്കെ നല്ല റോഡാട്ടോ. പിന്നെ ഈ റോഡിന് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അപ്പം തന്നെ മെയിൻ്റെനൻസ് നടക്കുന്നുണ്ടല്ലോ. അതേപോലെ ശരി, ഇപ്പൊ 50 കിലോമീറ്റർ പോവാം, സ്പീഡ് കൂട്ടിയിട്ടുണ്ട് ഇവിടെ അല്ലേ. അതായതുണ്ടല്ലോ ഈ കാണുന്ന സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുക്കറ്റിലേക്ക് ചെല്ലുമ്പം നമുക്ക് ചെക്കിംഗ് ഉണ്ട് കേട്ടോ. അതായത് ഭയങ്കര ചെക്കിംഗ് ആണ്. ഇനി നമ്മൾ കയറി വരാൻ നേരത്ത് ആ ചെക്കിംഗ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോ നമ്മൾ ഇറങ്ങാൻ നേരത്തും ഈ ചെക്കിംഗ് ഉണ്ട് കേട്ടോ. ഇതിലെ വേണം നമ്മൾ ഇറങ്ങി പോകാൻ വേണ്ടി. ഇവിടെ ആരുമില്ല, ഇവനെ മഴ ആയതുകൊണ്ട് ആരുമില്ല. ഇല്ല ഇല്ല ഇല്ല. അപ്പുറം ഭയങ്കര ഇറങ്ങി പോകുന്ന അവിടെ ഇല്ലാത്ത ഇവനെ കേറുന്നിടത്തുണ്ടല്ലേ. നോക്കൂ, ഇതൊരു ഭയങ്കര സംഭവം കേട്ടോ. എന്റെ ദൈവം നോക്കി, വണ്ടികൾ എടുക്കുന്ന നോക്കി. അപ്പുറത്തുനിന്ന് ഞങ്ങളെ ശരിക്കും പിടിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ ഞങ്ങൾ അപ്പം പറഞ്ഞു ഞങ്ങളെ ഇന്ത്യക്കാരാണ്, ഇന്ത്യൻ വണ്ടിയാണ്, പൊക്കോളാൻ പറഞ്ഞു. സൈഡും ഭയങ്കര കാറ്റ്, വണ്ടി കൊണ്ട് പോകുന്നല്ലേ ഇവരെ. സംഭവം ഇത് നോക്കിയാ മരമൊക്കെ എടുത്തടിക്കുന്ന നോക്കിയേ. ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മുടെ വണ്ടിയിലോട്ട് ഇപ്പം സംഭവിച്ചേ ഞാൻ ശ്രദ്ധിച്ചോ, അതിന്റെ പറഞ്ഞ കമ്പും ചില്ലൊക്കെ നമ്മുടെ വണ്ടിക്കിട്ടാ വന്നടിക്കുന്നത്. രാത്രിയിലാണേലും ഇവിടെയുള്ള ഹൈവേ ഒക്കെ ഭയങ്കര സ്ട്രോങ് ആട്ടോ. ഇതേപോലെ എപ്പോഴും സിഗ്നൽ സ്ട്രോങ് ആയിരിക്കും. പിന്നെ നല്ല രീതിയിലുള്ള കാറ്റുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ പോയ സ്ഥലമൊക്കെ ഏകദേശം തീരുമാനമായി. കാരണം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ പോകാൻ നേരത്തെ തന്നെ അവിടെ പറഞ്ഞില്ലേ 2 ദിവസമായിട്ട് ഭയങ്കര കാറ്റും കൂടും ഭയങ്കര കൂടുതലാന്ന്. അതായതുണ്ടല്ലോ നമ്മൾ അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ പട്ടായ ലക്ഷ്യമാക്കി സഞ്ചരിക്കുകയാണ്. വെറും 924 കിലോമീറ്റർ ഇനിയുണ്ട്. ഇവിടെ ഉണ്ടല്ലോ മലേഷ്യ പോലെ അത്രയും പെട്ടെന്നൊന്നും കിലോമീറ്റർ മറിയുന്നൊന്നുമില്ല. ഈ റോഡ് സ്വല്പം പ്രശ്നമുണ്ട് ഇവന്, അതുകൊണ്ടാണ് നമുക്ക് അവിടുത്തെ പോലെ നമുക്ക് റോഡ് ഇങ്ങനെ മറിയാൻ പറ്റില്ല. റോഡ് ഇങ്ങനെ നമ്മുടെ ഒരു വളകുളാന്ന് പറഞ്ഞ സ്ലിപ്പറിയാണ്. വളരെ കെയർ ചെയ്ത് ഓടിക്കണം. പിന്നെ നല്ല കാറ്റുണ്ട് കേട്ടോ പുറത്ത്. എനിക്ക് തോന്നുന്നത് ഇനിയുള്ള 2-3 ദിവസമൊക്കെ ഫിഫിയിലേക്ക് പോകുന്നൊക്കെ എനിക്ക് തോന്നുന്നു അതൊരു മോഹമായി മാറി നിൽക്കും തോന്നുന്നു കേട്ടോ. നമ്മളെന്തായാലും ഭാഗ്യത്തിന് അവിടെ വരെ രക്ഷപ്പെട്ടി അല്ലേ. എന്റെ അമ്മോ, അത് ജീവിതത്തിന് ആലോചിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയാ, ഛർദിച്ച് അവശനായി പോയി ഞാൻ. ഓട്ടൊക്കെ എടുത്ത് അടിച്ചത് നമ്മളിന്ന് ഉച്ചയ്ക്കാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അതിനൊന്ന് റിക്കവർ ആയി വന്നു. ഇപ്പോഴും ആയിട്ടില്ല. ഭയങ്കര തലവേദന ഉണ്ട് കേട്ടോ, നല്ല തലവേദന. ദേഹത്തുവേദന പറഞ്ഞറിയിക്കാത്ത ദേഹത്തുവേദന. പിന്നെ വേറൊരു കാര്യം, അതായത് ചിലർക്കുണ്ടല്ലോ ഈ കടലുപരമായിട്ടുള്ള പരിപാടി പറ്റൂല കേട്ടോ. എടുത്ത് ചുറ്റിക്കും. അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ. എനിക്ക് കടലിൽ പോകണമെന്ന് ഏറ്റവും ആഗ്രഹമുള്ള ആളാണ്. പക്ഷെ ഞാൻ ഈ ബോട്ടിൽ ഒരു 10 മിനിറ്റ് കയറിയിരുന്നപ്പോൾ ഞാൻ ആടി എന്റെ തീരുമാനം എടുത്തു. നോക്കിയേ, ഇതെന്തെന്നാ ഭയങ്കര കാറ്റാണല്ലോ അവന്. കാറ്റെന്ന് പറയുമ്പോ നിങ്ങൾ വിചാരിക്കും എവിടെ കാറ്റ് നിന്നുണ്ടോ, കടന്നാടി ഉലി കേട്ടോ. ഇവിടെ കണ്ടോ കടന്നാടി ഉലി കേട്ടോ. ഞങ്ങളുടെ വണ്ടിയൊക്കെ ഞങ്ങൾ 2 മിനിറ്റ് വണ്ടി നിർത്തി കേട്ടോ. അതേപോലെ തന്നെ ഇവിടെയുള്ള പല ബോർഡുകളിലും ഇതേപോലെ H2 ഏഷ്യൻ ഹൈവേ 2, അതേപോലെ ഈ 4 കാണുന്ന ഇവിടുത്തെ ഹൈവേ ആട്ടോ. അതായത് അങ്ങോട്ട് പോകുന്നത് 4 നേരെ പോകുന്നത് 4 ഹൈവേ. അതായത് നമ്മുടെ അവിടെ NH 1, 2, 120, 188 എന്നൊക്കെ എഴുതുന്ന പോലെയാണ് ഇവിടെ 4, 242 എന്നൊക്കെ പറഞ്ഞോ. അതായത് ഞങ്ങൾ ഫ്രണ്ടിലേക്ക് വന്ന് വണ്ടി നിർത്തി കേട്ടോ. എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നത്തെ ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ ഉണ്ടല്ലോ ഈ 7-Eleven സൂപ്പർ മാർക്കറ്റ് എന്ന് വെച്ചാൽ ഇവിടെ അത്യാവശ്യം ഉണ്ടല്ലോ നമുക്ക് വേണ്ട ഫുഡ് അതുപോലുള്ള എല്ലാ സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലം കേട്ടോ. ഈ കാണുന്ന ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ വണ്ടി നിർത്തി. ഭയങ്കര കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കാറ്റാണ്. എന്നാ കാറ്റാന്ന് നോക്കി തന്നെ ഇങ്ങനെ കാറ്റ് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇങ്ങനെ കാറ്റുന്നത് ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ അടുത്ത സൈൻ ബോർഡുകളൊക്കെ ഉണ്ടല്ലോ ഭയങ്കര പ്രത്യേകതയാണ്. ഇവരുടെ ലാംഗ്വേജ് ഉണ്ടോ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജ് ഉണ്ടോ. മഴയുടെ ശക്തി കൂടി കേട്ടോ. തൊട്ട് ഫ്രണ്ടിലേക്ക് പോട്ടെ കേട്ടോ. ഈ കാണുന്ന ഇവിടെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. എല്ലാം 24 മണിക്കൂറായിരിക്കും കേട്ടോ. അതാണ് മെയിൻ പ്രത്യേകത കേട്ടോ. എല്ലാം 24 മണിക്കൂറായിരിക്കും. പിന്നെയുള്ള നമുക്ക് അഫോർഡബിൾ ആയിരിക്കും എല്ലാ സംഭവങ്ങളും കേട്ടോ. ഇവിടെ ലിക്കർ അതുപോലെ എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. ലിബിനുണ്ടല്ലോ പേഴ്സ് എടുത്ത് ഇറങ്ങി വരാൻ വേണ്ടി നിൽക്കുന്നതാണ്. ഇവിടെ തന്നെ ഇത് പൈസ കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് നോക്കുന്ന സംഭവം കേട്ടോ. ഇത് പിന്നെ എന്നാ സിമ്മിന്റെ എന്തോ സംഭവം തോന്നുന്നുണ്ടോ. നമ്മൾ നേരെ കയറുന്നു. ഇവിടെ കണ്ടോ ലിക്കർ അതുപോലെയുള്ള എല്ലാ സംവിധാനം. നേരത്തെ നമ്മൾ കാരണം താങ്ക് യു എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ ഏത് പാതിരാത്രിയിലാണ് നമുക്ക് വേണ്ട ഫുഡ് കിട്ടും. ഇവിടെ ബർഗർ, സോസേജ് അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ കേട്ടോ. ഇതുണ്ടോ പല ടൈപ്പ് ബർഗർ ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ സാധനം, നമ്മൾ നേരത്തെ കഴിച്ചല്ലേ അല്ലേ. ഇവിടെ പല ടൈപ്പ് ബർഗറുകളുണ്ട്. ഇത് പോർക്ക് ചീസാട്ടോ. നമുക്ക് വേണ്ടത് ചിക്കനാണ്. അതില് നമ്മൾ കഴിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അത് ഏതാണാവോ, ഒരു വൈറ്റ് കളറാണ്.
എല്ലാ സാധനവും എല്ലായിടത്തും ഇല്ല. ഞാൻ പലവട്ടം നോക്കിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും എല്ലാ സാധനവും ഇല്ല. ഓ, ഇവിടെ ഇത് ഷോർട്ടേജ് ആട്ടോ. ഇതുണ്ട്, ഇവിടെ സാൻഡ്വിച്ച് ഉണ്ട്, പിന്നെ അതേപോലെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. വെള്ളം എന്താണോ കൂടുതൽ പോകുന്നത് അതായിരിക്കും കൂടുതൽ. അല്ലേ? പിന്നെ ഇതുണ്ട്, ഇവിടെ ഇതുണ്ടോ ഫ്രൂട്ട്സ്, അതുപോലെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. വെള്ളം, എന്താ പറയാ, നമ്മളിപ്പോ ചക്ക അല്ലേ? ഇവിടെ ഉണ്ടല്ലോ സിംഗപ്പൂർ പോലെ തന്നെയാണ് ടൊബാക്കോ ഉണ്ടല്ലോ, ഇതേപോലെ വിൽക്കാൻ പാടുള്ളൂ കേട്ടോ. മറച്ചു വെച്ചിട്ട് മദ്യത്തിന് അതായത് ടൊബാക്കോ ഇതേപോലെ വിൽക്കാൻ പാടുള്ളൂ. മലേഷ്യയിലൊന്നും ഞാൻ എങ്ങനെ കണ്ടില്ല. നമ്മൾ ബില്ല് പേ ചെയ്യാം കേട്ടോ. അപ്പൊ ഞങ്ങൾ ഉദ്ദേശിച്ച ബർഗർ ഇവിടെ കിട്ടിയില്ല കേട്ടോ. അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ പോർക്കിന്റെ ബർഗറാണ് ഉള്ളത്. അത് ഈ പിന്നെ ഇങ്ങനത്തെ എന്താ പറയാ, ഇങ്ങനത്തെ ഈ ഇതൊരു എന്നാ പറയാ, ഇതിന് എന്നാ ഫുഡിനാലും ഇതിനെ പറയുന്നത് ജങ്ക് ഫുഡ് അല്ല, അല്ലടാ, ഇങ്ങനെ ഹീറ്റ് ചെയ്യുന്ന ഫുഡിന് എന്തൊരു പേര് പറയില്ല. എന്തൊരു സാധനം, അതായത് കവറിൽ വരും, എന്നിട്ട് ഹീറ്റ് ചെയ്ത് കഴിക്കുന്ന ഫുഡാ. അത് മറ്റേ പോർക്ക് മേടിച്ചാൽ ശരിയാവില്ല കേട്ടോ. മഴയുടെ ശക്തി ഭയങ്കരമായിട്ട് കൂടി. അത് മാത്രമല്ല, വേറെ കേസുണ്ട്. ഇവിടെ ഉണ്ടല്ലോ, മഴ പെയ്ത് കഴിഞ്ഞാൽ റോട്ടിൽ വെള്ളം കെട്ടിക്കിടക്കും. ആ സമയത്ത് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നമ്മുടെ വണ്ടി പാളും കേട്ടോ. 3 പ്രാവശ്യം നമ്മുടെ വണ്ടി ഇതേപോലെ വെള്ളം കെട്ടിക്കിടന്നിട്ട് അതിന്റെ അകത്തോട് ഓടിച്ചിട്ട് പണി പാളിട്ടോ. ഭയങ്കര ശക്തമായ മഴ കേട്ടോ. അല്ല, ഇപ്പൊ ഫിഫി പോകുന്ന ഒരു തീരുമാനം കേട്ടോ. ഈ മഴയും കോളൊക്കെ ആയതുകൊണ്ട് നമുക്ക് വണ്ടിയെ കയറാടാ. ഞങ്ങള് 2 കോൾഡ് കോഫിയും പിന്നെ ഈ ഒരു ബന്നും മേടിച്ചു. ഇനിയിപ്പോ അല്ലേ ക്ലാസ് ആ 7 ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അതായത് അടുത്ത സ്ഥലത്ത് പോകണം. അതേ ഉണ്ടല്ലോ, നാട് നമുക്ക് സേഫ് ആണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത് അവിടുത്തെ ATM ആട്ടോ. അതായത് ATM 24 മണിക്കൂറും ലോക്കൽ ഏരിയയിലും എല്ലാ ഏരിയയിലും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ആ നാട് സേഫ് ആയിരിക്കും കേട്ടോ. അതാണ് നമ്മൾ എപ്പോഴും ഒരു മാർഗമാണത്. അത് നിങ്ങൾ എവിടെയെങ്കിലും ചെല്ലാൻ ലോക്കൽ ഏരിയയിലും അല്ലെങ്കിൽ ടൗണിലായിക്കോട്ടെ എവിടെയായാലും പബ്ലിക് ആയിട്ട് ATM ഇങ്ങനെ തുറന്നു കിടപ്പുണ്ട്, അവിടെ എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ നാട് സേഫ് ആയിരിക്കും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞങ്ങൾ എപ്പോഴും ഫ്രണ്ടിലേക്കാണ് പോകുന്നത്. ഫുൾ ഇതുണ്ടോ, ഈ വെള്ളത്തിലേക്ക് വണ്ടി കയറിയിട്ട് വണ്ടി ഇടയ്ക്കിടയ്ക്ക് പാളുന്നുണ്ട്. അത് റോഡിന്റെ ഇടയ്ക്ക് നമ്മൾ ഇന്ത്യയിലെ ഉള്ള പോലെ തന്നെ ഇല്ലേ, ലോറി കയറിയിട്ട് റോഡ് കുഴിഞ്ഞിട്ടുണ്ട്. ആ സൈഡിൽ ഭയങ്കര ലോഡ് വണ്ടി പോയിട്ടില്ലടാ. അതുപോലെ ആ സൈഡിൽ ഭയങ്കരമായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് 40 കിലോമീറ്റർ സ്പീഡിലൊക്കെ ഇവിടെ സഞ്ചരിക്കാം. അല്ലെ വണ്ടി കയറി തന്നെ ചാൻസ് ഉണ്ട്. ശക്തി ഭയങ്കരമായിട്ട് കൂടിട്ടോ. ഇങ്ങോട്ട് വന്നപ്പോഴത്തേനേ കല്ല് പെറുക്കി എറിയുന്നവരെ. മലേഷ്യയിലെ മഴയൊന്നും അല്ല കേട്ടോ, തായ്ലൻഡിലെ മഴ വെച്ച് നോക്കാം. ഇത് പെയ്തിട്ടുണ്ടെങ്കിൽ വൈപ്പർ അടിച്ചിട്ട് വണ്ടി കാണാൻ പറ്റണ്ടേ? വണ്ടി ഓരോരോ വശത്തിലേക്ക് വെള്ളം കെട്ടി. ഇതുണ്ടോ കാറ്റുണ്ടോ? ഇത് ഭയങ്കര റിസ്ക് ആട്ടോ. ഞങ്ങൾ അങ്ങനെ അടുത്ത ലെവലിലേക്ക് വണ്ടി കയറ്റി കേട്ടോ. ഒടുക്കത്തെ മഴയാണ്. ഈ മഴയിൽ നമ്മൾ യാത്ര ചെയ്യുന്ന അത്ര ബുദ്ധിപരമായ നീക്കമല്ല. അതേ ഞാൻ പറഞ്ഞ കാര്യം കേട്ടോ. എന്നാന്ന് വെച്ചിട്ടുണ്ട്, ഭയങ്കരമായിട്ട് റോഡിൽ നിന്ന് വണ്ടി തെന്നി മാറുക. നമ്മള് ഭയങ്കര റിസ്ക് ആട്ടോ ഈ സമയത്ത് യാത്ര ചെയ്യുന്നതിന്. ഇച്ചിരി നേരം നമുക്ക് നിർത്തിയിടാം. പിന്നെ നമ്മൾ നേരത്തെ നോക്കി ഭക്ഷണസാധനം പറ്റിട്ടോന്ന് നോക്കാം കേട്ടോ. 7-Eleven ഞങ്ങൾ വണ്ടി നിർത്തി കേട്ടോ. നമ്മളെ പോലെ തന്നെ കുറെ ലോറിക്കാർ അവിടെ വണ്ടി എടുത്തോ. അറിയിക്കട്ടെ, ഡൗട്ട് നോക്കാൻ പറ്റൂല. അത് നോക്കിയാൽ അവിടെയൊക്കെ ഇഷ്ടം ഇതുണ്ടോ. അതാണ് വിഷയം കേട്ടോ. ഭയങ്കര അതായത് ഭയങ്കര അപകട സാധ്യത കേട്ടോ ഇവിടെ വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പെതിയെ കേട്ടോ പോകുന്നുണ്ടോ. ഇത് വണ്ടി പാളി പോയിട്ടോ. 90% വണ്ടി പാളാൻ സാധ്യത കൂടുതലാണ്. ആ കാണുന്ന ട്രക്കൊക്കെ മഴ കാണുമ്പോൾ നിർത്തിയിട്ടാണ്. ഏറ്റവും കൂടുതൽ ഹെനോടെ വണ്ടി കേട്ടോ. നമുക്കിനി നേരെ കയറി ഭക്ഷണം കഴിക്കാനുള്ള എന്തെങ്കിലും ഒപ്പിക്കാം. നീ നോക്കിയോ, ഇത്രയും വലിയ ഹൈവേ ആയിട്ട് എന്നോ വണ്ടി കുറവാ. ഇവിടെ വണ്ടി ഭയങ്കര കുറവാട്ടോ. നമുക്ക് ആദ്യം കാന വല്ല ഒപ്പിക്കാം കേട്ടോ. നമുക്ക് നേരെ കയറാം കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ കയറി കഴിഞ്ഞുള്ള പ്രത്യേകത ഇതാണ്. വെൽക്കം വെൽക്കം പറഞ്ഞല്ലോ. ഇത് അടുത്ത കേട്ടോ. പിന്നെ 2 ലൈസ് പിന്നെ ഒരു ബർഗർ. നോക്കൂ, ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഫുഡേ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ വേറൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റ് സൈഡിൽ വേറെ സാധനങ്ങളും ഉണ്ടാവില്ല കേട്ടോ. ഓഹോ, കിട്ടില്ല സാധനം. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഏറ്റവും കൂടുതൽ ഇതാ കേട്ടോ കഴിച്ചത്. ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നവരും ഇതാ കഴിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, കിട്ടില്ല ബർഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ല ബർഗർ കേട്ടോ. ഇത് കണ്ടോടാ, കിട്ടില്ല സാധനം. നീ എന്നാ മേടിച്ചത്? ഞാൻ മേടിച്ചൊരു ബണ്ണ്. This is good, no problem. ഇന്നലെ 7-Eleven കഴിച്ചിട്ട് 7 ലെവലായിട്ടോ ഓടിയത്. അടുത്ത സാധനം ഇതാട്ടോ. ഇതെന്നാന്ന് എനിക്ക് അറിയത്തില്ല. അവിടുന്ന് കണ്ടൊക്കെ ഞാൻ മേടിച്ചു. ഇതെന്നാ ഇത്? എന്തോ ഇറച്ചിയാവനെ. അത് എന്തോ ഇറച്ചിയും ചോറും. കുത്തുന്ന സാധനം തന്നില്ലേ നിനക്ക്? എനിക്ക് ഇന്നലെ കുത്തുന്ന സാധനം എല്ലാം തന്നതാ. ഇതെന്നതാ? ഇത് ഇറച്ചിയും ചോറും അവനെ. 50 ബാത്ത് ഗോവി. അതെന്താ ഇല വെക്കാ? പിടിച്ചു ഇല. പിന്നെ ഒരു നാട്ടിൽ വന്നിട്ടുണ്ട്, അവിടുത്തെ ഭക്ഷണം കഴിക്കണം. അതെന്നാന്ന് രുചിച്ചു നോക്കണം. അതുകൊണ്ട് ഈ നാട്ടിലത്തെ ബ്രെഡ് ചെയ്യാൻ വാങ്ങിയത്. എനിത് പ്രത്യേക സാധനം. ഇവിടുത്തെ
കാശ് പോയി. കാശ് പോയി. ഇതൊന്നും മൈദയാ. 7 ഇറങ്ങിയിട്ട് നമ്മൾ നേരെ മുന്നോട്ട് പോകട്ടോ. അടുത്ത് നമുക്കൊരു പെട്രോൾ പമ്പ് കണ്ടുപിടിക്കണം. അവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യണം. 3 കട്ട എണ്ണയുള്ളൂ. അവിടുന്ന് എണ്ണ അടിച്ച് നമുക്ക് അവിടെ തന്നെ കിടക്കാം. അതിന് എണ്ണ അടിക്കുവാണ് അവിടെ തന്നെ അവർ കിടത്താനുള്ള ഇതും തരും. അതുപോലെ കിടക്കാൻ സമ്മതിക്കൂടെ? അവർ ചോദിച്ചു കഴിഞ്ഞാൽ അവർ അവിടെ പാർക്ക് ചെയ്തോളം പറയും. അല്ല, വേറെ കാര്യമുണ്ട്. നമുക്ക് നാളെ നമ്മുടെ വണ്ടിനകത്ത് വെള്ളം നിറയ്ക്കണം. അപ്പൊ ഇന്നേ രാത്രി അവരോട് കമ്പനി ആവുകയാണെങ്കിൽ അവര് തന്നെ നമുക്ക് എല്ലാ സാധനം ചെയ്തു തരും. അല്ലേ? ഇവരുടെ ഉണ്ടല്ലോ, ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് കടക്കാൻ നേരത്ത് ഇവിടുത്തെ രാജാവിന്റെ രാജ്ഞിയുടെ ഫോട്ടോ ഞാൻ തോന്നുന്നുണ്ട്, വ്യക്തമായിട്ട് അറിയത്തില്ല. ഒരു സംസ്ഥാനത്ത് ഒരു സംസ്ഥാനത്തിന് കിടക്കാൻ നേരത്തെ ഇതേപോലെ ഉണ്ടാവും കവാടങ്ങള്. അല്ലാതെ ഇവന് എല്ലായിടത്തും ഉണ്ട്. ഇവന് കുറേ നേരം കേട്ടോ വണ്ടി ഓടിക്കുന്നത്. എന്റെ കണ്ണിൽ കൂടെയാണ് ബൾബ് കത്തുന്നുണ്ട്. പക്ഷെ ഒറ്റ പെട്രോൾ പമ്പ് പോലും കാണില്ല. നോക്കിയാൽ ഇവനെ ഇങ്ങനെ കിടക്കുമല്ലടാ. അത് ഇവൻ പറഞ്ഞ പോലെ പഴയം കൂടി ആയതുകൊണ്ട് ഒറ്റ വണ്ടിയില്ല, ഒന്നുമില്ല. അതാണ്ട് 150 കിലോമീറ്റർ ഓടിച്ചിട്ട് നമുക്കൊരു പെട്രോൾ പമ്പ് കിട്ടി. പെട്രോൾ പമ്പ് ബന്ധാണ്. 7-Eleven മാത്രമേ ഉള്ളൂ. പെട്രോൾ പമ്പ് ബന്ധാ. 7-Go മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യാ? എനിക്ക് തോന്നുന്നത് എന്താന്ന് ചോദിച്ചാൽ നൈറ്റ് എവിടെയും എണ്ണ കിട്ടൂലെന്ന് എനിക്ക് തോന്നുന്നത്. ആരെങ്കിലും ചോദിച്ചാലോ? ചോദിച്ചാൽ ഏതാ മറ്റേ വണ്ടിക്കാരനോടാ? പക്ഷെ ഒരു കാര്യം നിർത്തിയതാണ്. എങ്കിലും നമുക്ക് കാര്യം ചോദിക്കാം. അല്ല പിന്നെ ഞാനൊരു കേസ് പറയട്ടെ. നൈറ്റ് ഇവിടെ പമ്പ് ഉണ്ടാവും ഡൗട്ടാ. ചോദിച്ചേ. നമുക്ക് പാമ്പുള്ളി മൂത്രം ഒഴിക്കായിരുന്നു. പെട്രോൾ പമ്പ്, പെട്രോൾ പമ്പ്, പെട്രോൾ പമ്പ്. How much kilometer going to petrol pump? No. Friend. Open. Now down. Open. No. Diesel. Diesel. Okay. Friend. How much kilometer? Kilometer. 2, 3, 4. കൈ കൊണ്ട് കാണിക്കില്ല ഇവനെ. 2, 3, 4, 5. How much kilometer?ประมาณ 5 kilometer. 5 kilometer. മനസ്സിലായല്ലോ. 0. 5. Typing. എന്നാ പറയുന്നേ? 50 കിലോമീറ്റർ. 5 കിലോമീറ്റർ. പുള്ളിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഇവന്. ഫോണിൽ ലൊക്കേഷൻ ഇടുന്നുണ്ട്. എണ്ണ കിട്ടുമെന്ന് ചോദിച്ചാ അവിടെ നമ്മുടെ വണ്ടി ഇനി ഒരു 100 കിലോമീറ്റർ മാക്സിമം ഓടുള്ളൂ. എന്നാ പറയുന്നടാ? പുള്ളിക്കാരൻ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അത് നോക്കി പറഞ്ഞു എത്ര കിലോമീറ്റർ ഉണ്ടാവും. ഓപ്പൺ പെട്രോൾ പമ്പ്. ഓപ്പൺ ആണോന്ന് ചോദിച്ചാടാ? ഞാൻ അതന്നെയാണ് പുള്ളിക്കാരോട് ചോദിക്കുന്നത്. പുള്ളിക്കാരൻ മനസ്സിലാകുന്നില്ല. പുള്ളിക്കാരൻ ലൊക്കേഷൻ ഇടുന്നുണ്ട് കേട്ടോ. ഇവിടെ ഉള്ളവരെല്ലാം പകുതി അടിച്ച് കിളി. അതാ വേറൊരു വിഷയം. അവിടെ സംഭവം ലീഗലല്ലേ? How much phone? 9 കിലോമീറ്റർ 8 മിനിറ്റ്. സ്ട്രൈറ്റ് ആണോ? സ്ട്രൈറ്റ്. Thank you. നല്ല മനുഷ്യരാട്ടെ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാലും അല്ലേ പിന്നെ. പക്ഷെ ഒരു കാര്യമുണ്ട്, പുള്ളി മൂത്രം ഒഴിക്കാൻ നിർത്തിയപ്പോ ജീവിതത്തിൽ പ്രതീക്ഷ ഉണ്ടാവില്ല ഇങ്ങനെ വിളി അല്ലേ. പുള്ളിക്കാരൻ ലൊക്കേഷൻ ഇട്ട് പുള്ളിക്കാരൻ കാണിച്ചു തന്നു. പുള്ളിക്കാരന്റെ ഇവിടെ എങ്ങാണ്ട് മറ്റേ ഇതുണ്ട് ഇവന് വാക്കി ടോക്കി. ഇവിടെ ഫോൺ ഉപയോഗിക്കുന്ന കാണുന്നില്ല, വാക്കി ടോക്കി ഉപയോഗിക്കുന്നത്. അതിന്റെ അടുത്ത് പുള്ളിക്കാരൻ വിളി വരുന്നുണ്ട്. പെട്രോൾ പമ്പ് കിട്ടി കേട്ടോ. 2 ഉണ്ടല്ലോ ഇവന്. നമുക്ക് ഇവിടെ കേറാം. ഇവിടെ പാർക്കിംഗ് ഉണ്ടാവോ? ഇവിടെ പാർക്കിംഗ് ഉണ്ട്. വലിയ പമ്പ. ഇവിടെ എണ്ണയില്ല. ഇല്ല, ഉണ്ടല്ലേ? എണ്ണയില്ല, ലൈറ്റ് ഇട്ട് വെക്കുമല്ലോ. അങ്ങനെ സൈഡ് പാർക്കിങ്ങും ഉണ്ട്. ഇവിടെ എണ്ണയില്ല. ഉണ്ട്. ഇവിടെ എണ്ണ ഉണ്ട് കേട്ടോ. ഇവിടെ എണ്ണ അടിച്ച എല്ലായിടത്തും വെള്ളം കൊടുക്കും കേട്ടോ. അതായത് ഒരു ഇന്ന പരിധി കൂടുതൽ അടിച്ചു കഴിഞ്ഞാലല്ലേ. ഇത് എവിടെ ഇപ്പൊ കേറ്റുക? നമുക്ക് എല്ലായിടത്തും ഡീസൽ ഉണ്ടാവും. കേറ്റാൻ സമ്മതിക്കാം. ഇതെവിടെ ഡീസൽ ഉണ്ട്? ഇവിടെ കയറ്റ്. ഇവിടെ ആള് വരുന്നുണ്ട്. ഇവിടെ തന്നെ ആയിരിക്കും. നമുക്ക് ഈ സൈഡല്ലേ. ഇത് നമുക്ക് 900 സംതിങ് കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ ഓടാൻ വേണ്ടി. ഇനിയിപ്പോ 700 സംതിങ് ആണ്. അത്രയും ദൂരം ഓടിയപ്പോഴാട്ടോ നമുക്കൊരു പെട്രോൾ പമ്പ് കിട്ടിയേ. ഇപ്പൊ ഇവിടുത്തെ ഉണ്ടല്ലോ 4 മണിയോ 3:45 ആയിട്ടോ. ഈ കാണുന്നതാണ് ഡീസൽ.
ദിസ് വൺ ഡീസൽ 37 രൂപ. എൻ്റെ പൊന്നെ 37 ബാത്താട്ടോ ഇവിടെ ഡീസലിന്റെ വില. 37 ഡീസൽ പ്രൈസ്. 2 സെക്കൻഡ് ഓപ്പണിങ് 2 സെക്കൻഡ്. അതായത് ഒന്നാമത്തെ കാര്യം ഇവർക്ക് പറഞ്ഞ ഭാഷ മനസ്സിലാവും, അതാ വേറെ വിഷയം. പാടാ ലിബിനെ, ഇല്ലേ പുള്ളി എന്നെ കൊല്ലും. ആ ഡീസൽ 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 ഫുൾ ടാങ്ക് നോർമൽ ഡീസൽ. എടാ ഓവർ പറയണ്ട കേട്ടോ, ഓവർ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കൂടെ കുളവുള്ളൂ. എന്റെ കർത്താവേ, അംഗം കേസ് കേട്ടോ. ആ എന്തേലും ആട്ടെ, പക്ഷെ ഇവിടെ പൈസ 32 ഉള്ളല്ലോ. ഡീസൽ പെട്രോൾ അടിച്ചാൽ തീർന്നു മോനെ ഞങ്ങളുടെ കാര്യം. ഞങ്ങളുടെ ട്രൗസർ കയറി കൈ തന്നെ കേട്ടോ. പുള്ളിക്കാര് പൂരം ചിരി കേട്ടോ അവിടെ. അതായത് ഡീസലിന് 32 ഉള്ളു, പെട്രോളിന് 37. 40 തന്നെ അവിടെ കാണിക്കുന്നത്. 40 പവർ പെട്രോളിന് 40 ആണോ? 32 ഡീസൽ. ഭാഗ്യം. അതായത് നമ്മുടെ നാട്ടിലുണ്ടല്ലോ 1 രൂപ അല്ല, ഇവിടുത്തെ ഒരു ബാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 2 രൂപ 30-40 പൈസ അങ്ങനെ കേട്ടോ. അപ്പൊ ഏകദേശം അത്രയും പൈസ വരും. പിന്നെ രാത്രിയിൽ ഇതിലെ വണ്ടി ഓടിക്കുന്ന അത്ര സേഫ് അല്ല കേട്ടോ. കാരണം വെച്ചാൽ മൊട്ടയർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. നിനക്കോ? പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇവിടെ രാത്രിയിൽ ഇത്രയും വലിയ ഹൈവേ ആയിട്ടും രാത്രിയിൽ വണ്ടി വളരെ കുറവാട്ടോ. ഞങ്ങൾ എന്തായാലും ഇനിയിപ്പോ ഇവിടെ എണ്ണ അടിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഒതുക്കി കിടന്നുറങ്ങും കേട്ടോ. എന്നിട്ട് നാളെ ഇനി എടുക്കുള്ളൂ. അല്ലേ? ഗൈസ് നോക്കൂ, പക്ഷെ ഇത്ര വണ്ടി ഇവിടെ ഇല്ലേ? അല്ലേ? അതെ അതെ അതെ. പാണ്ഡ്രയും ചങ്ങരാതിക്ക് ഒരു വണ്ടിയൊക്കെയാ പോണേ ഇവിടെ. അല്ലാതെ ലിബി പാർക്കിംഗ് ഓക്കെ, പാർക്കിംഗ് ഹീറോ ഓക്കെ. പാർക്ക് ചെയ്യാം. നമുക്കൊന്നും നോക്കണ്ട കേട്ടോ. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവരും. ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ചെറിയ രീതിയിലുള്ള വലിയ തണുപ്പൊന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഓടുന്ന അതേ കണ്ടെയ്നർ സാധനമൊക്കെ ആയിട്ട്. ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടാവും, അറിയത്തില്ല കേട്ടോ. ഗൈസ് നോക്കൂ, ഇവിടെ ഉണ്ടല്ലോ പെട്രോൾ പമ്പിൽ ഇതേപോലെ സ്ഥാപനങ്ങളും ബാത്റൂമും സംഭവങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ ചെറുക്കൻ എന്തായാലും എണ്ണ അടിച്ച് ഫുള്ളാകട്ടെ, എങ്കിൽ മാത്രമേ നമുക്കിനിയിപ്പം വണ്ടി മാറ്റിയിടാൻ പറ്റുള്ളൂ കേട്ടോ. അതായത് 1620 ബാത്തിന് നമ്മൾ എണ്ണ അടിച്ചു കേട്ടോ. അപ്രോക്സിമേറ്റ് 3000-4000 രൂപയെങ്ങാനുമാണ് അതിന്റെ ഇത് കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ 800-4000 രൂപ അല്ലേ? അതായത് ഇവിടെ കാർഡ് ഈ മെഷീനൊക്കെ ഓട്ടോ പേയ്മെന്റ് ആട്ടോ. അതായത് ഞങ്ങളുടെ കാർഡിന്റെ വൈഫൈ എല്ലാം ഓഫാണ്, പക്ഷെ ഇതങ്ങ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവം പേ ആവും. മറ്റേ പേര് ഡീറ്റെയിൽസ് എല്ലാ സാധനവും പ്രിന്റ് വരും. അതെ കേട്ടോ. അതെന്താ എന്റെ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. പുള്ളിക്കാരന്റെ ഒപ്പ് നോക്കിയാൽ ഒപ്പൊക്കെ ഇട്ട് കൊടുത്താൽ സാധനം വരുന്നത്. ആണോ? പൈസ കാർഡ് നമ്പർ ഒന്നും അടിച്ചു കൊടുത്തിട്ടില്ല. ഒരു സാധനം അടിച്ചു കൊടുത്തില്ല കേട്ടോ. ഓട്ടോ പേയ്മെന്റിൽ സാധനം അടിച്ച് കൈ കിട്ടിയത്. ഇതെന്നാ ടെക്നോളജിയാ? ഇതുണ്ടോ? താങ്ക് യു. എല്ലാ സാധനവും ഉണ്ട്. 1620 രൂപ അടിച്ചിട്ടുണ്ട്. എണ്ണ അടിച്ചാൽ വെള്ളം ഫ്രീ ആട്ടോ. കണ്ട, ഒരു കുപ്പി വെള്ളം നമുക്ക് ഫ്രീ അല്ലേ? സാധാരണ ചെറിയ കുപ്പിയാണ് കിട്ടുന്നത്, ഇവിടെ വലിയ കുപ്പിയാണ്. ഗൈസ് നോക്കി, ഇവിടെ 2 ലിറ്ററിന്റെ വലിയ. ഗൈസ് ഈ കാണുന്നൊക്കെ ആണല്ലോ. എനിക്ക് തോന്നുന്നു ഇന്ന പരിധി കൂടുതൽ എണ്ണ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ വെള്ളം കിട്ടും കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലും ചില പമ്പിലൊക്കെ ഉണ്ട്. ആണോ? ഗൈസ് നോക്കൂ, പമ്പിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ഇവിടെ ഒതുക്കി കേട്ടോ. ഇവിടെ ഇനി കിടന്നുറങ്ങാം. ഇതേപോലെ ലോറികളും സംഭവങ്ങളൊക്കെ ഇവിടെ ഒതുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് കഴിഞ്ഞാല് നല്ല കിടിലും ബാത്റൂം ഒക്കെ ഉണ്ടാവും കേട്ടോ, മൂത്രം ഒഴിക്കാനും അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ. പിന്നെ ഈ തൊട്ട് സൈഡിൽ കാണുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ റെസ്റ്റോറൻറ്റും ഫുഡ് കിട്ടുന്ന സംവിധാനങ്ങളും ഇതൊക്കെയാണ്. എനിക്കൊന്ന് ഇതൊക്കെ പകലേ ഓപ്പൺ ആവുള്ളൂ. ഇപ്പോൾ ഏതാണ്ട് സമയം ഇവിടുത്തെ 3 മണിയോ 4 മണിയോ ആയിട്ടോ. നോക്കിയാൽ ബാത്റൂമിൻ്റെ ഒക്കെ ഒരു നീറ്റ്നെസ് നോക്കിയേ. അയ്യോ, 5 സ്റ്റാർ ഹോട്ടലിലെ ബാത്റൂം പോലെ ആയിട്ട് ഇരിക്കണേ. ലിബിനവിടെ പോയി. ഇത് പെണ്ണുങ്ങളുടെ, ഇത് ആണുങ്ങളുടെ. ഇതുണ്ടല്ലോ, ഇത് കണ്ടോ, നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ബാത്റൂം. ഇത് കണ്ടോ, ബാത്റൂം മൂത്രം ഒഴിക്കാനുള്ള സംവിധാനം. എന്നെ സെറ്റപ്പാന്ന് നോക്കിയേ, എന്തൊരു നീറ്റ്നെസ്സാ. നീറ്റ്നെസ് അല്ലേടാ? എന്തല്ലേ നമ്മളെ കാണാൻ എന്തെല്ലാം ഭംഗിയാ. പുറത്തിറങ്ങട്ടെ കേട്ടോ.
ഇവിടെ ചെടിയൊക്കെ ഉണ്ട്. എന്തൊരു നീറ്റാന്നറിയാവോ. പക്ഷെ ഇതിലും സെറ്റപ്പ് മലേഷ്യയുടെ കേട്ടോ. അതായത് മലേഷ്യയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെ നീണ്ടു കിടക്കും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ റോഡ് 2 പമ്പൊക്കെ ഉണ്ടാവും. അതും 24 hours ആയിരിക്കും ഫെസിലിറ്റി ഒക്കെ. അങ്ങനെയൊക്കെ കുറെ സെറ്റപ്പ് ഉണ്ട്. ഇവിടെ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് തോന്നിയത് അതാട്ടോ അല്ലേ. ഗൈസ് ഞങ്ങള് വണ്ടിയുടെ അടുത്തെത്തി കേട്ടോ. വണ്ടിയെ കയറി കുറെ സ്വിച്ചുകൾ ഓഫ് ആക്കാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നാളെ രാവിലെ മേലോട്ട് നോക്കിയിരിക്കേണ്ടി വരും കേട്ടോ. ഇനി ഇവിടെയും പോയി തിരിക്കണം. അങ്ങനെ കുറെ സാധനം തിരിച്ചാൽ മാത്രമേ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും റെഡി ആവുള്ളൂ. ഇനി 2 ഫോണ് അതുപോലെ സംഭവം ഇവിടെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ കിടക്കാൻ വേണ്ടി. അവസാനം ഉറങ്ങാൻ പോവാട്ടോ. 4:18 ഇപ്പൊ ഇവിടുത്തെ സമയം. നല്ല അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. അല്ലേ മഴ പെയ്തു നല്ല തണുപ്പ് നോക്കൂ. അതായത് നമ്മുടെ ഇന്ത്യയുടെ കാലാവസ്ഥ സെയിം അല്ലേ. അതായത് എനിക്ക് തോന്നുന്നു നമ്മള് 2 ദിവസം കൊണ്ട് പട്ടായയിൽ എത്തുള്ളൂ. കാരണം ഇവിടുത്തെ റോഡുകളെ അത്ര നല്ല റോഡല്ല കേട്ടോ. മലേഷ്യയിലെ പോലെ ഒന്നും 500-600 കിലോമീറ്റർ ഒക്കെ 6 മണിക്കൂർ 5 മണിക്കൂർ കൊണ്ടൊന്നും ഓടിച്ചെത്താൻ പറ്റില്ല. റോഡ് സൂക്ഷിച്ച് വ്യക്തമായിട്ട് സൂക്ഷിച്ച് മഴയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓടിക്കാൻ പോലും പറ്റില്ല കേട്ടോ. അങ്ങനെയാണ്. രാത്രി വണ്ടി പോലും ഇല്ല. അതാണ് ആലോചിക്കേണ്ടത്. ഇവിടെ ഉള്ളവർ പോലും ഇവിടെ രാത്രി വണ്ടി ഓടിക്കുന്നില്ല കേട്ടോ. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടാവൂലോ. അവിടെ അങ്ങനെ അല്ലേ. ഗൈസ് നോക്കൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നാളെ മുതൽ നല്ല കിടിലൻ തായ്ലൻഡ് കഴിച്ചിട്ട് പിന്നെ കാണാതിരിക്കും. ഗുഡ് ബൈ. അതാണ്.